മീഷോയിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗാഡ്ജറ്റുകൾ നോക്കാം. എല്ലാം കുട്ടി കുട്ടി ഗാഡ്ജറ്റുകളാണ്, പൈസയും കുറവാണ്. ഒന്നാമത്തത് ഈ ഒരു ബൾബ്. ഇത് നമ്മുടെ റൂമിലൊക്കെ തിരിവി കയറ്റുന്ന പോലത്തെ ബൾബല്ല. ഇത് ആക്ച്വലി നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ വിളവാരം ഓടുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വായി നോക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. കാരണം ഇത് ചാർജ് ചെയ്യുന്ന ഒരു ബൾബാണ്. ഇങ്ങനെ ഒരു പെട്ടിക്കകത്താണ് വരണേ. ആൻഡ് കണ്ടോ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇവിടെ ഒരു റീചാർജിങ് പോർട്ടും ഉണ്ട്. ടൈപ്പ് സി പോർട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചാർജർ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു വെള്ള കേബിൾ കിട്ടുന്നുണ്ട്, അത് നിങ്ങൾക്ക് വയ്ക്കാം. ആൻഡ് കണ്ടാ പൊളി. ഇതും തൂക്കി ഇങ്ങനെ നടക്കാം. പണ്ടത്തെ അമ്മമാർ മക്കളെ അതേപോലെയൊക്കെ നടക്കാം. ആളുന്നില്ലല്ലോ മക്കളെ. 3 മോഡുകളുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണിന് കാഴ്ച ഇല്ലെങ്കിൽ ഇതിടാം. എന്നിട്ട് കുറയ്ക്കാം, നമുക്ക് വീണ്ടും കുറയ്ക്കാം, എന്നിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് അടയ്ക്കാം. ഇത് ആക്ച്വലി ഈ ഒരു പ്രൈസിന് നല്ലൊരു പ്രോഡക്റ്റാണ്. 200 രൂപയ്ക്കകത്ത് മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു 4-5 മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ഇതിനെന്താ ഇവിടെ ഒരു ഹുക്കും കൂടിയുണ്ട്. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാം, എവിടെയെങ്കിലുമൊക്കെ വയ്ക്കാം. അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചില്ലയിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ലൈറ്റാവും. അടുത്തത് 3-in-1 സേഫ് ചാർജ് സ്പീഡ് ഡാറ്റ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതും 200 രൂപയ്ക്കകത്ത് മാത്രമേ വരുന്നുള്ളൂ. 200 രൂപ ഇല്ലാന്ന് തോന്നുന്നു. സോ ബേസിക്കലി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടൈപ്പ് എ കേബിൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ അറ്റത്തായിട്ട് നമുക്കൊരു ടൈപ്പ് സി പോർട്ട്, മൈക്രോ USB, അതുപോലെ തന്നെ ഒരു ലൈറ്റ്നിങ്. എന്നിട്ട് ഇത് ജസ്റ്റ് നമുക്കറിയാമല്ലോ, ഒരു ചാർജിങ് കേബിളൊക്കെ മേടിക്കുന്ന സമയത്ത് ആ ലെങ്ത്ത് മൊത്തം കിടന്ന് അവിടെ ഇവിടെ അടിച്ചടിച്ച് കിടക്കും. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിങ്ങനെ വലിച്ച് വയ്ക്കും. വലിച്ചെടുക്കരുത് കേട്ടോ. ഇതിൻ്റെ ലെങ്ത് ഇത്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ വലിച്ചങ്ങ് പിടിക്കാം. അപ്പോൾ അവിടെ ഒരു ലോക്ക് ഉണ്ട്. ലോക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് വലിക്കുക. കണ്ടോ, അത് പോയി ഇതിങ്ങനെ തിരിച്ച് കയറി പൊക്കോളും. ഇത്രയേ ഉള്ളൂ സാധനം. നിങ്ങളുടെ പവർ ബാങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാഗിൻ്റെ അകത്തേക്ക് പവർ ബാങ്ക് വയ്ക്കുക, എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഈ കേബിൾ ഇങ്ങനെ വലിച്ച് പിടിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് ആവശ്യം കഴിയപ്പോൾ ഇതിനങ്ങ് വിട്ടുകൊടുത്താൽ മതി, അതങ്ങ് കയറിക്കോളും. കയറേണ്ടതാണ്. കണ്ടോ, കയറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാഡ്ജറ്റ് സീരീസൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ചിലവുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഒരാളാണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ചിലവുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരു വഴിയുണ്ട്. ട്രേഡിങ് നിങ്ങളുടെ ഇൻകം ബൂസ്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേ ഹലോ ടു ഒക്ട ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ഉള്ള പ്ലാറ്റ്ഫോമാണ്. അത് മാത്രമല്ല സ്പ്രെഡ് ഭയങ്കര കുറവാണ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള വിഡ്രോവൽ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓരോ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഈ ആപ്പിൻ്റെ അകത്തുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് അനാലിസിസും അതുപോലെ തന്നെ ഗൈഡുകളൊക്കെ കിട്ടും. അതായത് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും അതുപോലെ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല, ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. GOM100 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഡബിൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കുറച്ചൊരു ഇൻസ്പിറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാമ്പയിൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മടിച്ച് നിൽക്കേണ്ട, ജസ്റ്റ് ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക ആൻഡ് മേക്ക് യുവർ സെൽഫ് എ റിച്ച് മാൻ. അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഒരു റിമോട്ട് കൺട്രോൾ കാർ. ഇത് ആക്ച്വലി 1000 രൂപയേ ഉള്ളൂ. ഞാൻ ലുലുവിൽ നിന്ന് ഇത് 500 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൻ ഇതേപോലത്തെ ഒരു സാധനം 2500 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, 1000 രൂപയുള്ളൂ മീഷോയ്ക്കകത്ത്. ഇതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വട്ടം ഒരു പറക്കണ ഹെലികോപ്റ്റർ കൂടി കാണിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? അതേപോലത്തെ ഒരു സാധനമാണ്. ഇരിക്കാം. പൊളി. പെട്ടി തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കാറ് കിട്ടുന്നുണ്ട്. നല്ല കിടിലം ബ്ലാക്ക് കളർ മാറ്റ് ബ്ലാക്ക് വിത്ത് V8 എൻജിൻ, V12 എൻജിൻ, നൈട്രോ ടർബോ. കണ്ടോ, അതിന് നല്ല ഷോക്ക് അബ്സോർബറൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് നിങ്ങൾക്ക് ഇനി മലയിലും കാട്ടിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ റിമോട്ട്. ഈ റിമോട്ടിൻ്റെ അകത്തേക്ക് ഡ്യൂറാസെല്ലിൻ്റെ ബാറ്ററി തന്നെ നിങ്ങൾ മേടിക്കുക. എനിക്ക് തോന്നുന്നു കുറച്ച് വില കൂടുതലാണ് നോർമൽ ബാറ്ററിയിൽ നിന്ന്. ഡ്യൂറാസെല്ലിൻ്റെ ബാറ്ററിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കും. കാറിൻ്റെ ബാറ്ററി എങ്ങനെ റീചാർജ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് ഇളക്കുക, എന്നിട്ടൊരു സാധനം കിട്ടും, അത് വെച്ച് ഈ കേബിൾ യൂസ് ചെയ്ത് ചാർജ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് തിരിച്ചിട്ടാൽ മതി. ഈ റെഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒരു നീല ലൈറ്റ് കത്തും. അപ്പോൾ അത് ഓണായെന്നാണ് അർത്ഥം. ഇനി
ആ പൊളി. ഓ ഏയ് നമ്മുടെ കാലിലൊക്കെ കയറിപ്പോയത് ഭയങ്കര രസമാണ്. ഇത് നിങ്ങൾ വീട്ടിൻ്റെ അകത്തൊക്കെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഫണ്ണ് കാണൂല. നിങ്ങൾ എവിടെ ഓടിക്കേണ്ടതെന്ന് അറിയാമോ? കാട്ടിലും കുറച്ച് കല്ലും മണ്ണൊക്കെ ഉള്ള പറമ്പിലൊക്കെ കൊണ്ടുപോയി ഓടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ഇത് ഭയങ്കര രസം, ഭയങ്കര സുഖം കേട്ടോ ഇത് ഓടിക്കാൻ. ഓ പൊളിയല്ലേ. പണ്ട് നമുക്ക് ഇതിൻ്റെ ഒന്നും ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല, ഇതൊന്നും എനിക്ക് ആരും വാങ്ങിച്ചു തന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് വലുതാവുന്ന സമയത്തും കളിക്കാൻ പറ്റുന്ന സാധനം മാത്രമേ ഉള്ളൂ. 1000 രൂപയേ ഉള്ളൂ. 1000 രൂപയ്ക്ക് എനിക്ക് വെർത്തായിട്ടാണ് തോന്നുന്നത് അല്ലേ? 1000 രൂപയ്ക്ക് ഈ ഒരു ടോയ് വെർത്തല്ലേ? എൻ്റെ ചെരുപ്പാണ് ഞാൻ അതിൻ്റെ അകത്ത് ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ആരുടെ എനിക്ക് ലൈസൻസ് തന്നത് ഉണ്ടോ? പൊളി. ഇത് ടയറൊക്കെ ഫ്രണ്ടിൽ പോയിട്ട് സ്കിഡ് ചെയ്താ തിരിച്ചു വരണേ. ഓ പൊളി. ഓ സൂപ്പർ അല്ലേ? ചത്ത് അല്ല, നോ. ഓ പൊളി. സോ നിങ്ങൾക്കൊരു ടോയ് വേണമെന്നുണ്ടെങ്കിൽ, വളരെ അഫോർഡബിൾ ആയിട്ടൊരു ടോയ് വേണമെന്നുണ്ടെങ്കിൽ 1000 രൂപയ്ക്ക് നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്കും നിർവൃതി അണയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വേറൊരു പ്രോഡക്റ്റും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ അത് അവർ ഡെലിവർ ആക്കിയിട്ടില്ല. അപ്പോൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റായിട്ട് അഡ്രസ്സ് കൊടുക്കുക. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് നമുക്ക് കയ്യിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്യൂം ക്ലീനർ ആയിരുന്നു. വന്നില്ല സാധനം, പക്ഷേ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗാഡ്ജറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ. മീഷോ ഗാഡ്ജറ്റ്സ് ഇന്ന് കൊണ്ട് തീർന്നു. ഇനി അടുത്ത സെഗ്മെൻറ്റ് മീഷോ ഗാഡ്ജറ്റ്സും വരും, അതുപോലെ തന്നെ ആമസോൺ ഗാഡ്ജറ്റ്സും വരും, പിന്നെ ഡിയോഡ് ആപ്പും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.